എങ്ങനെ നിസ്കാരം ഏകദേശം എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കല്യാണം കഴിക്കേണ്ടത് എങ്ങനെയാണ് പല ആൾക്കാരും പഠിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. കാരണം പല വീട്ടിലും പോയി കാണാം, എന്തേ മനുഷ്യന്മാർ എന്നിങ്ങനെ തിന്നണം. ഞാൻ ഒരിക്കൽ സ്ഥലത്ത് പോയപ്പോ അവിടെ ഇതാ പരിപാടി, ഇതിനെന്തൊരു പേരുണ്ട്, ബുഫേ. നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ പറയും ബഫാന്ന്, സാധുക്കളായതുകൊണ്ട് ബുഫേ നിന്ന് തിന്നല. അവന്റെ ന്യായം ഇസ്ലാം ഹറാമാക്കിയിട്ടില്ലല്ലോ, ഇസ്ലാം ഹറാമാക്കിയിട്ടില്ലല്ലോ ന്യായം. ആരുടെ സംസ്കാര? മുത്തനബിയുടെ സംസ്കാരമല്ല. കേട്ടോളൂ നിങ്ങളെ ഹദീസ് മഹാൻ. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് പറയാൻ. ഞാനൊരു മഹാ ക്യാൻസർ എന്നതുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്തു പോവാം, വിശദീകരിക്കാൻ സമയമില്ല. മഹാ ക്യാൻസർ ആയതുകൊണ്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നഹാ അയ്യശ്റബ റജുലു ഖായിമാ. കേൾക്കണം അർത്ഥം. ഞാൻ വെച്ചത് തെറ്റുണ്ടോ? നിങ്ങളൊന്ന് പോയിട്ട് കേസറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് നാട്ടിലെ ഉസ്താദുമാരോട് ചോദിക്കണം. അള്ളാഹുവിന്റെ ദീനാ ഞാൻ പറയുന്നത്, പടച്ചറബിന്റെ ഇഷ്ടമല്ലാതെ എനിക്കൊരാളുടെ ഇഷ്ടവും താല്പര്യമില്ല, ഞാൻ ഇതിൽ ആഗ്രഹിക്കുന്നുമില്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് നിരോധിച്ചു. അയ്യശ്റബ റജുലു, ഒരാൾ കുടിക്കുന്നത് നിന്ന് കുടിക്കരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നിരോധിച്ചോ. ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, സ്വഹാബി തന്നെ ചോദിച്ചു, അപ്പൊ നിന്ന് തിന്നലോ, നിന്ന് കഴിക്കലോ, ഭക്ഷണം കഴിക്കലോ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അപ്പോൾ കഴിക്കലോ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു എന്ന് പറയുകയാണ്, ഹുവ അഖ്ബസു. കേൾക്കണം പദം, ഹുവ അഖ്ബസു. അഖ്ബസു, അത് വളരെ മോശമാണെന്ന്. കുടിക്കൽ തന്നെ മോശമാണെങ്കിൽ നിന്ന് തിന്നൽ അതിനേക്കാളും മഹാമോശമാണെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇവരെ പോലെയുള്ള സ്വഹാബികൾ ജീവൻ പണയം വെച്ചിട്ട് ബദറിന്റെയും ഉഹുദിന്റെയും രണാങ്കണത്തിൽ പോയി തൗഹീദ് ജിയമാനത് സിനാനു ഹേ ഹമാരെ അശാൻ നഹീ നിധാന നമോ നിശാൻ ഹമാര. ഞങ്ങളുടെ നെഞ്ചകം നിങ്ങൾ കുത്തിപ്പുലർത്താനും അല്ലാഹുവിന്റെ ദീനെ തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് വിളിച്ചു പറഞ്ഞ് സംരക്ഷിച്ച ദീനാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. അതാണ് നമ്മൾ നമ്മുടെ നാട്ടിന്റെ സംസ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ദീനിനെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നത്. എന്റെ സമുദായം നാശമാകുമ്പോ എന്റെ ചര്യ മുറുകെ പിടിച്ചാൽ 100 ഷഹീദിന്റെ കൂലിയുണ്ട്. 100 ഷഹീദിന്റെ കൂലിയുണ്ട്. ചിന്തിച്ചോ, ഒരു ഷഹീദല്ല 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവുന്ന ഉറപ്പല്ലേ? കാരണം ഇവന് ബൊഫ അല്ലാതെ മറ്റേതാക്കാനാ തീരുമാനിച്ചു. ചങ്ങായിമാരെല്ലാവരും കൂടി വന്നിട്ട് അത് പറ്റില്ല, ബൊഫ ആക്കണം. അപ്പം പറയാം ഞാൻ കുടി എന്നെ 100 ഷഹീദിന്റെ കൂലി. ഈ ഷഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? വാളെടുത്തിട്ട് യുദ്ധത്തിന് പോയി മരിച്ച ആളാ ഷഹീദ്. 100 ഷഹീദിന്റെ കൂലിയുണ്ട്. ഞാനൊരു ഓർക്കുന്നൊരു മംഗലത്തിന് പോയപ്പോ ഇതേ രീതിയിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഒരുത്തണ്ട്, ഇയാൾക്ക് ഭക്ഷണം കഴിക്കുന്നതോട് കൂടെ വെള്ളം കുടിക്കാൻ ഞാൻ എന്തിറങ്ങൂല, ഭക്ഷണം ഇറങ്ങൂല. ഇയാൾ അങ്ങനെ ശീലിച്ചു പോയതാ ചെറുപ്പത്തിലെ. ഭക്ഷണം ഓരല്ലതൊന്നും വെള്ളം ഇങ്ങനെ കുറിച്ച് ശീലിച്ചു. ഇയാൾ പോയി നോക്കുമ്പോൾ ഇവിടെ പോഫേ. ഇയാൾ പ്ലേറ്റൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ, സാധാരണ നമ്മൾ കാണില്ലേ ഈ കടക്കാരൊക്കെ പറയും നോമ്പായാലൊക്കെ കുറച്ച് കൂടുതലാവും. വീട്ടിലേക്ക് വരുന്ന അതിഥിയെ ആദരിക്കണം എന്ന് അള്ളാന്റെ ഹബീബോട്. അള്ളാന്റെ നമ്മളല്ലേ ആ സംസ്കാരം കാണിച്ചു കൊടുക്കണ്ടേ? നമ്മളല്ലേ ആ സംസ്കാരം ഇങ്ങനെ ഒരുപാടുണ്ട് ആ കുത്തുകൾക്കപ്പുറത്തേക്ക്. ഞാനൊന്നും പറഞ്ഞില്ല, മഹാ ക്യാൻസർ ആയതുകൊണ്ട് പറയുകയാണ് ഞാൻ. കണ്ണൂരിന്റെ ഹൃദയത്തിൽ വെച്ച് പടച്ചറബിന്റെ പ്രീതിയല്ലാതെ കുടിച്ചു മൂടപ്പെടുമ്പോ ആ മുത്തുനബിയുടെ സുന്നത്ത് ജീവിപ്പിക്കലില്ലാതെ ഈ വാക്കിന് പിന്നിൽ മറ്റു ലക്ഷ്യമില്ല. ചിലപ്പോ ഇത് കഴിഞ്ഞാൽ ചിലർ പറയും അയാൾ ഇന്നലൊക്കെ പറഞ്ഞു അയാൾ തിരക്കടില്ല, അയാൾ ഇന്ന് പറഞ്ഞത് അത്ര ശരിയല്ല. ആയിക്കോട്ടെ, പ്രശ്നമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇയാൾ ചെന്നിട്ട് ഇയാൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങിട്ട് വാങ്ങി. ഇയാൾക്ക് വെള്ളം വേണം. വെള്ളം ഉണ്ട് ഒരു ചെറിയ ടേബിൾ മതി. ആ ടേബിൾ കണ്ടാൽ തോന്നും ആ മംഗലത്തിന്റെ ആള് മഹാഫക്കീറാണ്. പന്തലൊക്കെ ഭയങ്കര പന്തലാണ്. ഇരിക്കാൻ വേണ്ടി അതിഥികൾക്ക് കൊണ്ടുപോയി വെച്ച വെച്ചല ചെയറുകൾ നമ്മളെ ഈ ചെയറിനേക്കാൾ ഉഷാറുണ്ടോ? അത്ര വീതിയും വലിപ്പുള്ള ചെയറുകളൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഈ വെള്ളം വെച്ച ടേബിൾ കണ്ടാൽ തോന്നും
മഹാമിസ്കീനാണ് ആ മനുഷ്യൻ. കാരണം എന്താ, ഒരു ചെറിയ റൗണ്ട് ടേബിളിൽ എന്നിട്ട് അതിൽ പോയി ആൾക്കാർ സ്വയം പാർന്നിങ്ങനെ കൊണ്ടുപോവാം. ഇയാൾക്ക് ഇത് കൈക്കടലിൽ വെള്ളമാണല്ലോ, ഇയാളത് പോയി പാർന്ന് ഒരു കയ്യിൽ വെള്ളം ഒരു കയ്യിൽ ചോറും. ഇനിയിപ്പോ അയാൾക്ക് ഈ എന്താ കയ്യണ്ടേ അറിയില്ല. ഇതാണോ എന്റെയും നിങ്ങളുടെയും സംസ്കാരം? ഇതാണോ എന്നും നിങ്ങളെയും ഹബീബ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ലോകത്തെ ഏറ്റവും ഉത്തമമായ സമുദായമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, എല്ലാ നന്മയും ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് നമ്മൾ പോയിട്ട് വാരി പുണരുക ബ്രിട്ടീഷുകാരന്റെ സംസ്കാരം അപ്പടി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ നമ്മളെ രക്ഷപ്പെടുത്തുന്ന തമ്പുരാനെ. ചിന്തിക്കേണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എങ്ങനെയാ നമ്മുടെ പൂർവികന്മാരായ മഹാന്മാരായ സഹാബികൾ ശുദ്ധമായ ദീൻ എങ്ങനെ നമുക്ക് എത്തിച്ചതെന്നറിയോ? നമ്മളിതെന്ത് ചെയ്യാറോ? പുല്ല് വില പോലും കൽപ്പിക്കാതെ നമ്മളിതിന്റെ സംസ്കാരത്തെ പിച്ച് ചീന്തുകയാണ്. ചിന്തുകയാണതല്ലേ പണ്ടൊരു കവി. ഒരാളിങ്ങനെ ഇരിക്കാൻ ചിന്തിച്ച് സമുദായത്തിൽ വന്ന് പറ്റിരിക്കുന്ന നാശം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാം. ഇരുന്നിരുന്ന് തന്റെ പല മുട്ടിൻകാലിൽ ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് മുട്ടിൻകാലിൽ തലവോന്നി വെച്ചുകൊണ്ട് ഇയാൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് പാടുകയാണ്. മഹാനവറുകൾ പാടുകയാണ്. എത്രയെത്ര നല്ല നല്ല ആളുകൾ കട്ടപ്പെട്ട് ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധമായ ദിൻ വളർത്തിയത്. പക്ഷേ ഇന്നെന്റെ സമുദായം ഇതിനെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുകയാണ്. ഒറ്റനബിയുടെ മാർഗമല്ല ഞങ്ങൾക്ക് വേണ്ടത്, അല്ലാഹുവിന്റെ മാർഗമല്ല ഞങ്ങൾക്ക് കരണീയം, പാശ്ചാത്യന്റെ സംസ്കാരമാണെന്ന് അവർ വിളിച്ചു പറയുകയാണോ എന്ന് ചോദിച്ച് ഈ കവി കരഞ്ഞുപോയി. എന്റെ പ്രിയമുള്ള സഹോദരൻ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ചെറുപ്പക്കാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ദീനിനെ സഹായിക്കാൻ കഴിയില്ലേ? ഉപദ്രവിക്കരുത്. ദീനിനെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. മാത്രമല്ല, മുസ്ലിമായി ജീവിക്കാൻ നിനക്ക് താല്പര്യമില്ലേ? ഇസ്ലാമിക സംസ്കാരം നീ വലിച്ചു ചീന്തരുത്. നീ നാട്ടിൽ എഴുന്നേറ്റുമെന്ന് പറയണം, ഞാൻ മുസ്ലിമായി ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഇസ്ലാമല്ലാത്ത മതമായി എനിക്ക് ഇഷ്ടമെന്ന് നീ പറയണമെന്നല്ല. അങ്ങനെ നീ ചെയ്യുന്നതെങ്കിൽ വിശുദ്ധമായ ദീനിന്റെ മുഖത്ത് കരിവാരിത്തേക്കലാവും. മുസ്ലിമായോ ഇസ്ലാം അംഗീകരിക്കണ്ടേ? മുസ്ലിമായോ ഇസ്ലാം അംഗീകരിക്കണ്ടേ? ഏതുകൊണ്ട് മുസ്ലിമാകാനും കഴിയില്ലല്ലോ. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇസ്ലാമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്ന മതം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.